ഈസ്റ്റർ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ് ഈസ്റ്റർ. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിനു ശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ദിനമാണ് ഈസ്റ്റർ. അതുകൊണ്ടാണ് ഇത് പ്രത്യാശയുടെ ദിനം, പുതുജീവിതത്തിൻ്റെ ദിനം എന്നൊക്കെ പറയുന്നത്. ഗുഡ് ഫ്രൈഡേയിൽ യേശു ക്രൂശിക്കപ്പെടുകയും ഈസ്റ്റർ ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഈസ്റ്റർ മുട്ടകളും ഈസ്റ്റർ ബണ്ണിയും പുതിയ ജീവിതത്തിനെ പ്രതിനിധീകരിക്കുന്നു. ഈസ്റ്റർ നമ്മെ പഠിപ്പിക്കുന്നത് എന്ത് കഷ്ടതയുണ്ടായാലും അവസാനം പ്രത്യാശ ജയിക്കും എന്നതാണ്. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഇനി കാണുന്നത് ഞങ്ങളുടെ ഈസ്റ്ററിൻ്റെ ആഘോഷത്തിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ആണ്. അതായത് രാവിലെ തന്നെ അപ്പം ഒക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുത്തു. രാവിലെ അപ്പവും ചിക്കൻ സ്റ്റൂ ആയിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുവിധമൊക്കെ ഈ പറഞ്ഞ പോലെ രാവിലെ തലേന്ന് തന്നെ ഞാൻ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ അപ്പം മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ വേഗത്തിൽ കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ തലേന്നേ ഉണ്ടാക്കി വെക്കും. അതുപോലെ മീൻകറിയും ചിക്കൻ സ്റ്റൂ ഒക്കെ ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കിയത്, തലേന്ന് രാത്രി റെഡിയാക്കിയതാണ് ഇതൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മോര് കറിയും ഞാൻ അതായത് ശനിയാഴ്ച തന്നെ രാത്രിയിൽ ഇതുപോലെക്കെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ഈ ഒരു ചിക്കൻ സ്റ്റൂവും കൊണ്ട് ഒതുക്കിയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ മൂങ് ദാൽ ഇട്ടിട്ട് ഉള്ള ഒരു അതായത് പരിപ്പ് കറിയും അതുപോലെ തന്നെ ഞാൻ അത് തന്നെ വെച്ചിട്ട് ഞാനൊരു പായസവും ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മൂങ് ദാൽ ഒന്ന് വറുത്തെടുക്കുകയാണ്. വറുത്തെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ ഇത് കുക്കറിനകത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുകയാണ്. അതെല്ലാം ചടപടയെന്ന് 2-3 സ്റ്റൗവിൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടൊക്കെ ഇങ്ങനെ ഞാൻ പടപടയെന്ന് അങ്ങ് ഉണ്ടാക്കി തീർക്കുകയാണ്. അതുകൊണ്ടാണ് സ്പീഡി എല്ലാം ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഒരു സൈഡിൽ ഇതുപോലൊക്കെ ബീട്രൂട്ട് തോരനുമായി. ഞാൻ അടുത്തത് ഉണ്ടാക്കുന്നത് മട്ടൻ കറിയാണ്. ഈ മട്ടൻ കറി ഞാനല്ല ഉണ്ടാക്കിയത് കേട്ടോ. എൻ്റെ നാത്തൂൻ സ്പെഷ്യലാണ് ഈ ഒരു മട്ടൻ കറി. ഇത് എൻ്റെ ഭർത്താവിൻ്റെ ഒരു നിർബന്ധമായിരുന്നു, എൻ്റെ നാത്തൂനെ കൊണ്ടൊരു മട്ടൻ കറി. പുള്ളിക്കാരത്ത് നല്ല ഭംഗിയായിട്ട് വെക്കും കേട്ടോ. അതിനിടെ ഞാൻ ഇതുപോലത്തെ മൂങ് ദാലിൻ്റെ പായസം ഉണ്ടാക്കുകയാണ്. നമ്മുടെ പരിപ്പ് പായസമില്ലേ, അതാണ് സംഭവം. ആദ്യമേ പിന്നെ കശുവണ്ടിയൊക്കെ ഒന്ന് വറുത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പിന്നെ മൂങ് ദാൽ ഇതുപോലെ ഇട്ട് ഒന്ന് നല്ലതായിട്ട് നെയ്യിലിട്ട് വരട്ടിയെടുത്തതിന് ശേഷം പിന്നെ ശർക്കരയൊക്കെ ഒഴിച്ച് പിന്നെ തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ചിട്ട് വേഗത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവരും ഒരുപോലെ അഭിപ്രായം പറഞ്ഞു നല്ലതായിരുന്നെന്ന്. ഇത് നാത്തൂന് മട്ടൻ കറി ഉണ്ടാക്കുന്നതാണ്. അതും ഞാൻ ഇടയിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സൈഡിൽ ഇതുപോലെ തന്നെ പായസമായിട്ടുണ്ട്, ഒരു സൈഡിൽ ഈ പറഞ്ഞ പോലെ മട്ടൻ കറിയും വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പിന്നെ പായസം റെസിപ്പിയാണിത് കേട്ടോ. ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ സമയം പോലെ ഒന്നും കൂടെ ഇത് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാം. മട്ടൻ കറി ഈ പറഞ്ഞ പോലെ ഇപ്പം മട്ടനൊക്കെ ഇവിടെ ഇത്തിരി വില കൂടുതലാണ്. എന്നാലും ഈ പറഞ്ഞ പോലെ കഴിച്ചു കഴിഞ്ഞപ്പം ആ ഒരു വില കൊടുത്ത് വാങ്ങിച്ചതിൻ്റെ സങ്കടമൊക്കെ അങ്ങ് മാറി. നല്ല അടിപൊളി ഒരു മട്ടൻ കറിയായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ഇതുപോലൊരു മട്ടൻ കറി കൂട്ടുന്നത്. അടിപൊളിയായിരുന്നു. അതുപോലക്ക് ഞാൻ ഈ ഒരു പരിപ്പ് കറി ഉണ്ടാക്കുന്നത് നമ്മുടെ സെയിം മൂങ് ദാൽ വേവിച്ചതിനകത്തോട്ട് കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ജീരകമൊക്കെ ഇട്ട് ഒന്ന് അരച്ചതിന് ശേഷം ഇതുപോലൊക്കെ ഒന്ന് ആക്കിയെടുത്തു. പിന്നെ കടുക് വറുത്ത് ഒഴിച്ചത്. അപ്പോഴത്തേക്ക് ഇവിടെ മട്ടൻ കറിയുടെയും ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. ഇതെല്ലാം അപ്പുറത്തും ഇപ്പുറത്തും സ്റ്റൗവിൽ ചടപടപടപടയെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അടുത്തതും ഈ പറഞ്ഞ പോലെ തന്നെ നാത്തൂൻ സ്പെഷ്യൽ ഈ പറഞ്ഞ പോലെ ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ. ഇത് എന്തൊക്കെയോ സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്തിട്ട് ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിപ്പിച്ചിട്ട് ഇതും നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഡീപ് ഫ്രൈ അല്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതും നല്ല അടിപൊളിയായിരുന്നു. ഇതുപോലൊക്കെ ഇത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. എന്നിട്ട് ഇത് ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് നല്ലതായിട്ടൊന്ന് മൊരിയിച്ചെടുത്തു. അതും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നാത്തൂൻ സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു ചെമ്മീൻ ഫ്രൈയും അതുപോലെ തന്നെ മട്ടൻ്റെ ഒക്കെ ഡീറ്റെയിൽഡായിട്ട് റെസിപ്പി ഞാൻ വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും സൗകര്യം പോലെ ഞാൻ ഡീറ്റെയിൽഡായിട്ടുള്ളത് ഇടാം. ഇതിനധികം എണ്ണയൊന്നും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ചെറിയ തീയിൽ ഇതുപോലക്ക് അടച്ച് വെച്ച് വേവിച്ച്, എന്നാലെങ്കിൽ റബ്ബർ പോലെ ആയിട്ടുമില്ല. നല്ല സൂപ്പറായിരുന്നു ഈ ഒരു പിന്നെ കൊഞ്ച് റോസ്റ്റ് കേട്ടോ. നല്ല രുചിയുണ്ടായിരുന്നു. ഈ ഒരു കൊഞ്ചിൻ്റെ റെസിപ്പിയൊക്കെ ഞങ്ങൾ നാത്തൂനെ കൊണ്ട് ഒന്നും കൂടെ ഏതായാലും ഉണ്ടാക്കിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഇടാം.
അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള എല്ലാം ഇപ്പോൾ ഒരുവിധമൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇതുപോലക്ക് ബീട്രൂട്ട് തോരൻ ഒരു വശത്തായിട്ടുണ്ട്. ഇത് ചിക്കൻ കറി, നേരത്തെ വെച്ച ചിക്കൻ കറിയാണ്. ചോറ്, പിന്നെന്താണ്, പിന്നെ അതിനിടെ ഒന്ന് പൊറോട്ടയുടെ ആവശ്യം പറഞ്ഞപ്പോൾ അതും വാങ്ങിച്ചു. പിന്നെ ഇത് നമ്മുടെ ചെമ്മീൻ ഫ്രൈ, മോര്, പിന്നെന്താ, പിന്നെ പായസം, പിന്നെ പരിപ്പ് കറി, പപ്പടം, പിന്നെ മീൻകറി, പിന്നെ അതുപോലെ തന്നെ മട്ടൻ കറി. ഇത്രയായിരുന്നു നമ്മുടെ ലഞ്ച്. ഇത്തവണ ഞങ്ങൾ മാത്രമല്ല, അനിയനും കുടുംബവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സിസ്റ്ററിലോ ഉണ്ട്, പിന്നെ ബ്രദറിൻ്റെ പിന്നെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. ആദ്യത്തെ റൗണ്ട് ഫിഷ് കറി വെച്ചിട്ട് എൻ്റെ ഫേവറേറ്റ് ഫിഷ് കറി. വിനിമാമ എപ്പോഴും എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഫിഷ് കറി. ഇന്ന് ബീട്രൂട്ട് തോരനും ചോറും ദാൽ കറിയും ചിക്കൻ കറിയും പിന്നെ ബീനാമയുടെ സ്പെഷ്യൽ മട്ടൻ കറി. ഇന്നത്തെ ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയണം ബാക്കിയുള്ളത്. ബീനാമേ ഹാപ്പി ഈസ്റ്റർ. ജോ ഹാപ്പി ഈസ്റ്റർ. ജാനേസ് ഹാപ്പി ഈസ്റ്റർ. എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പർ. ഹാപ്പി ഈസ്റ്റർ ജെറിൻ. ഫസ്റ്റ് റൗണ്ട് ആണ്. ചോറും ബീറ്റ്റൂട്ടും മോരും, ഇപ്പൊ എടുത്തിരിക്കുന്ന മട്ടൻ, ഈ വരുന്ന ഫിഷ് കറി. എല്ലാം എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? നല്ല കറക്റ്റ് എരി, നല്ല ഫ്ലേവർ. ഐ എം എൻജോയിങ്. ഹാപ്പി ഈസ്റ്റർ റഷീദ്. ഷോർട്ട് ബ്രേക്ക്. ആഫ്റ്റർനൂൺ വർക്ക് കഴിഞ്ഞു. ഇതാണ് എൻ്റെ പ്ലേറ്റ്. തുടങ്ങിയപ്പം നിറഞ്ഞു കയറുന്നു. ഇപ്പം നാണ്ട് ക്ലീൻ പ്ലേറ്റ്. ഇത്രയേ ഉള്ളൂ എൻ്റെ വേസ്റ്റ്. അത്രയ്ക്ക് സൂപ്പർ ഫുഡായിരുന്നു. ഹാപ്പി ഈസ്റ്റർ വൺസ് അഗൈൻ. അപ്പം ഞങ്ങളുടെ ഈസ്റ്റർ ഭംഗിയായിട്ട് കഴിഞ്ഞു. എൻ്റെ നാത്തുവിൻ്റെ സ്പെഷ്യൽ മട്ടൻ കറിയായിരുന്നു ഞാൻ ഫുള്ള് കഴിച്ചത് കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പം എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഒന്നും കൂടെ. അപ്പോൾ ഊണൊക്കെ നല്ല കുശാലായിട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിനോടകം ഇതൊക്കെ ആരാന്നുള്ളത്. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറും അതുപോലെ തന്നെ സിസ്റ്ററും, പിന്നെ ഇത് ബ്രദറിൻ്റെ ഫുൾ ഫാമിലിയാണ്. പിന്നെ ഇതവർ 3 പേരുമാണ് സിബ്ലിങ്സ്. പിന്നെ ഇത് ഞങ്ങൾ നാത്തൂൻസ്മാരാണ്, ഞങ്ങൾ 3 പേര്. പിന്നെ ഇത് ഞങ്ങളെല്ലാവരും പിള്ളേരെല്ലാം അവിടെ ഒരുമിച്ച് ഇങ്ങനെ ഞങ്ങളൊരു നല്ലൊരു ഈസ്റ്റർ ആഘോഷിച്ചു. എപ്പോഴും ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് എൻ്റെ പിള്ളേരെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അവരുടെ പഠിത്തത്തിനും ജോലിക്കായിട്ടൊക്കെ പോയല്ലേ പറ്റത്തുള്ളൂ. എന്തായാലും അവരെ ഒക്കെ ഈ സമയത്ത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പെങ്ങളുടെ മോളും അതുപോലെ തന്നെ ഹസ്ബൻഡുമാണ്. ഇവരെയും ഞങ്ങൾക്ക് നന്നായിട്ട് മിസ് ചെയ്തു. ഹാപ്പി ഈസ്റ്റർ.